ഹായ് ഗൈസ്, ഡീമൺ സ്ലെയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡീമൺ സ്ലെയർ നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി. ഇപ്പം വൺ പീസ് സൺഡേ വെച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, വർക്കിൻ്റെ തിരക്കും അതെല്ലാം കാരണം എനിക്ക് ഡീമൺ സ്ലെയർ അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റും, ബട്ട് എനിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഒരു അസ്വകാര്യത കൊണ്ടാണ് ഡീമൺ സ്ലെയറിൻ്റെ ലാസ്റ്റ് എപ്പിസോഡും ഇപ്പം കാണാൻ പോകുന്ന എപ്പിസോഡും തമ്മിൽ ഇത്രയും വലിയൊരു ഡിസ്റ്റൻസ് വന്നത്. അപ്പം കുറേ ആൾ വന്നത് പറയുന്നുണ്ട്, നിനക്ക് വല്ല പണിക്ക് പൊക്കോടെ എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. എനിക്ക് പണിക്ക് പോകുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അങ്ങനെ എപ്പോഴും ഇടാൻ പറ്റാത്തത്. പിന്നെ ഷോർട്സ് ഞാൻ എനിക്ക് തോന്നുന്നു ഡെയിലി ഞാൻ ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുട്ടേജസ് എൻ്റെ ഉണ്ട്. സോ അതിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ ഇടും. അത് ഡെയിലി ഓരോന്ന് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഡീമൺ സ്ലെയർ കാണുകയാണ്. ഇപ്പം ബാക്കി കാര്യങ്ങളൊന്നും മറന്നു പോയില്ലെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് കാണാം. അപ്പോൾ മറ്റേ റോയിയുടെ ഫ്ലാഷ് ബാക്ക് ആണെന്ന് തോന്നുന്നു. മുടി കണക്ക് നോക്കി സെയിം. പണ്ട് മുതലേ രോഗിയായിരുന്നു. ഓക്കെ, മുസാൻ്റെ വേറൊരു ഗെറ്റപ്പ്. ഇനി തൊപ്പിയില്ലാത്തോണ്ട് തോന്നുന്നതായിരിക്കാം. അപ്പം നിത്യരോഗിയായിരുന്ന റോയിയെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, പക്ഷേ ഒരു പേരൻസിന് ഇഷ്ടമല്ലായിരുന്നു ഈ കാര്യമൊന്നും. അത് ഡീമൻ ആവണ്ടേ, അതുകൊണ്ട് സ്ട്രോങ് ബോഡി കിട്ടാൻ വേണ്ടി. ഓക്കെ, നെവർ സീസ് ഓൺ അഗെയിൻ ഡ്യൂറിങ് ഹ്യൂമൻസ്. ഓക്കെ, പേരൻസിനെ തന്നെ കൊന്നോ? വട്ടായിട്ടോ? ഇല്ല, വേറെ ആരെയും കൊന്നു. ഓക്കെ, ഞാൻ വെച്ച് പേരൻസിനെ തന്നെ കൊന്നായിരിക്കുമെന്ന്. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടി മരണപ്പെട്ട ഒരു എന്താ പറയുക അച്ഛൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അത് കേട്ട് ഭയങ്കരമായിട്ട് മൂവായി. സോ പിള്ളേർക്ക് വേണ്ടി മരിക്കാൻ പോകുന്ന, ഓക്കെ, ആ ഓനൊരു എന്താ പറയുന്നത്, ഓക്കെ, മനസ്സിലായി. സാധാരണ നമ്മുടെ പേരൻസൊക്കെ നമുക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ആളുകളാണ്. സോ അങ്ങനത്തെ ഒരു കഥ റോയി പണ്ട് കേട്ടിരുന്നു. ബട്ട് ഡീമൻ അതിന് ശേഷം നമുക്ക് ആളുകളെ കൊല്ലാൻ തുടങ്ങിയപ്പോഴത്തേന് സ്വന്തം പേരൻസ് തന്നെ റോയിയെ കൊല്ലാൻ നോക്കി. പേരൻ്റ് ലവ് എന്നുള്ള ഒരു കഥ കേട്ടു. ബട്ട് അത് ഭയങ്കരമായിട്ട് റോയിയെ മൂവ് ചെയ്യുന്നു. ബട്ട് അതിന് ഓപ്പോസിറ്റാണ് റോയിയുടെ ലൈഫിൽ നടന്നത്. സ്വന്തം പേരൻസ് ഇവനെ കൊല്ലാൻ നോക്കി. സോ അപ്പം മിക്കവാറും ആരെയും കൊല്ലുമായിരിക്കും. കൊന്നിട്ട് പുതിയ ഫാമിലി ഇതേപോലെ ഉണ്ടാക്കുമായിരിക്കും. നേരത്തെ കണ്ട ഡീമൻസൊക്കെ അല്ലേ, അവരെ വെച്ചിട്ട്. അതായിരിക്കും മിക്കവാറും. ഡാഡിയും കൊന്നു, മമ്മിയും കൊന്നു. ബോണ്ട് റിയൽ അല്ല അന്ന്. ആരാ? അതൊരു ഡീമനാണ് പറയുന്നത്. നോട്ട് ഗിവിങ് എ സ്ട്രോങ് ഹെൽത്ത് ബോഡി. അത് അവരുടെ കുറ്റമല്ലല്ലോ. വിൽ ബി ഫോളോയിങ് യു സൂൺ. ചാവാൻ പോകുന്ന സമയത്താണ് ഇതെല്ലാം മനസ്സിലാവുന്നത് അല്ലേ. ലാസ്റ്റ് ത്രെഡ്. അതങ്ങനെ ഒരു മൈരൻ മൂസ. ഈ ടീമിനൊക്കെ ഈ എന്താ മരണപ്പെടാൻ പോകുന്നതിന് മുന്നാണ് ഇതെല്ലാം ഓർക്കുന്നത്. ഇതെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ചാവുന്നതിന് മുന്നേ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ഫേക്ക് ഫാമിലി ഉണ്ടായിട്ട് അതിൻ്റെ എംപ്റ്റിനെസ് പോയിട്ടില്ലെന്ന് എങ്ങനെ പോകാനാ? യെസ്, ഔട്ട് ഓഫ് റീച്ച്. അത് കൊള്ളാം. എന്നിട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. സ്മെൽ Tanjiro Kamado. So woman gentle as sunlight. ഇവന്മാരെല്ലാം കൂടെ ഇത്രയും നേരം നമ്മൾ എന്താ പറയുക, ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുത്തം തന്നെയാണെന്ന രീതിയിലുള്ള കുറേ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കും. എന്നിട്ട് ബാക്ക് സ്റ്റോറി കാണിച്ചിട്ട് നമ്മളെ കരയിപ്പിക്കും. തെണ്ടികൾ. That's not true.
വൺ പീസ് ഫുൾ ഇങ്ങനെയാണ്. കുറേ ആളുകൾ ഇതേപോലെ ഭയങ്കര നെഗറ്റീവ് ഷെഡി കാണിക്കും. വർക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഉറക്കും. വെറുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഇതുണ്ട്. ചാനൽ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ഓടെ ഇങ്ങനെ ബാക്ക് സ്റ്റോറി എടുത്തിങ്ങിടും. നമ്മളതങ്ങ് കാണും. പിന്നെ എവിടെ നിന്നൊക്കെ കണ്ണീര് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പുല്ല്. അതേപോലെ അതിൻ്റെ മറ്റൊരു ഇതാണ് അങ്ങനെ റോയിറ്റഡ് ഉടുപ്പ് പോയില്ലേ? അതിനെ വിളിക്ക ഫുഡ് കിഡ്സ്. もちろん俺は容赦なく鬼の首に刃を振るいます。だけど鬼であることに苦しみ、自らの行いを悔いている者を踏みつけにはしない。 They were humans. Okay. 醜い化け物なんかじゃない。鬼は虚しい生き物だ。悲しい生き物。 ഇതന്നെ പറഞ്ഞ പോലെ തന്നെ മരിക്കുന്ന ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഹ്യൂമാനിറ്റി തിരിച്ചു വരുമെന്ന് തോന്നുന്നു ഇവരിലേക്ക്. അറിയത്തില്ല. ഓ കൊല്ലാൻ വരുന്നത്. അപ്പം ടോമിയൊക്കെ അറിയത്തില്ലായിരുന്നല്ലേ ഇവർ രണ്ടുപേരാണെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ടോമിയോയ്ക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. നെസുക്കയെ കാര്യം ബാക്കി ആർക്കും അറിയത്തില്ല. ഇത് ഡേഞ്ചർ ആണല്ലോ. അപ്പോൾ ഇവരെല്ലാം അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇവന് വിശ്വസിക്കുന്ന അറിയത്തില്ലല്ലോ. പോയ മുടിയൊക്കെ തിരിച്ചു വരുന്നില്ലല്ലോ. നോർമലായി. അപ്പോൾ ഈ സ്പൈഡറായി മാറിയവരൊക്കെ എന്ത് ചെയ്യും? ടാഞ്ചിരെ താഴെ ടാഞ്ചിര സോറി സെനറ്റ്സിൻ്റെ താഴെ ഇറക്കുന്നത് അതാണോ? ഡെഡായോ? എന്തോ എഴുതി വെച്ച് ജാപ്പാനീസിൽ. ഓക്കെ, ബാക്ക് ടു ദ ഫൈറ്റ്. നോ. രണ്ടെണ്ണം കൊള്ളാം. Gentle toxin to kill her. Can I move? ഓടിക്കും. യെസ് അതന്നെ. സോ ടോമിയൊക്കെ അക്സെപ്റ്റ് ചെയ്ത പോലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാൻ തോന്നുന്നുണ്ടോ? അവരിതേപോലെ എന്തെങ്കിലും സൈൻ കാണണം. എന്നാൽ പിന്നെ സിറ്റുവേഷൻ പറഞ്ഞാൽ പോരെ, ഇങ്ങനെയാണ് കാര്യം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതേപോലെ കാണിച്ചു കൊടുത്താൽ പോരെ. ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ വാള് പോലും ഇല്ല ടാഞ്ചിറോയുടെ കയ്യിൽ. ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ സെനറ്റ്സും ഇല്ല, ഇനോസുക്കെ ഇല്ല. എടുത്തോണ്ട് ഓടാൻ മാത്രമേ പറ്റത്തുള്ളൂ. രണ്ടെണ്ണവും ഇഞ്ചറാണ്. ഇഞ്ചർ. ഓ ടോമി അവിടെ പോയി. ഓക്കെ, ഞാൻ വിചാരിച്ച് തൊട്ട് പുറത്താണ് ഓടി എത്തിയെന്നാണ്. അപ്പോൾ ഹഷിര വസ് ഹഷിര ക്ലാഷ് നോക്കാലോ. ഓക്കെ, ടോമിയൊക്കെ പറ്റിച്ചിട്ട് അവളോ പേരിനകത്തൊരു ഷിനോബ് ഉണ്ടോ? ഷിനോബ് നിഞ്ചയാണ് അവള്. ഷിനോബു അങ്ങനല്ലേ? ഷിനോബു കൊച്ചു എന്ന്. ടോമിയൊക്കെയും കൂടെ ചാടിയിട്ടുണ്ട്. ടാഞ്ചിറയ്ക്ക് പോകാൻ വയ്യ. ഇതിന് ഇവിടെ കഥ എന്താവും എന്തോ. ടാഞ്ചിരി ചവിട്ടിയിട്ട് നെസുക്കെ തെറിച്ച് പോയി. മനസ്സിലായ? നോ. ഓ ബോധം പോയി. ഇനി ടോമിയൊക്കെ മാത്രമേ ഉള്ളൂ ഹെൽപ്പ് ചെയ്യാൻ. ചെറുതായി കൊള്ള. അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നില്ല, മനസ്സിലാക്കിക്കൂടെ? കൊള്ള. ഇത് തന്നെ അതല്ലേ ഞാനും പറഞ്ഞത്, അറ്റാക്ക് ചെയ്യുന്നില്ല. ഇടയ്ക്ക് എന്താ സംഭവിച്ച്? ഓക്കെ, ഓടുന്നതിനിടയ്ക്ക് എപ്പോഴും പിടിച്ച് വാ തുറത്ത് വല്ല പറയടാ. അത് തന്നെ
രണ്ടെണ്ണം കൊള്ളാം. ഒന്ന് ചുമ്മാ തലച്ചോണ്ടിരിക്കുന്ന ഒരു പെണ്ണും വാതറ സംസാരിക്കാത്തൊരാണും. あれは確か ഓക്കെ. 前のこと そんなところから流れてきた അവസാനം വാതുറന്ന രോമിയൊക്കെ 嫌がらせでしょうか。嫌われていると言ってしまったこと根に持ってます？ കാണുക. മെസ്സേജ്. 本部より伝令あり炭治郎禰豆子両 ഓക്കെ. 本部へ連れ ജീവനോടെ ടാൻജിരോയും നെസുക്കയും കൊണ്ട് ചെല്ലാം ഡീമൺ സ്ലേയറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ചെക്കൻ ഹൈവറി. あなた、ねずこ？ എന്നിട്ട് എന്തേ അവര് ടാൻജിരോയും നെസുക്കോയും? 額に傷がある。よしゴー ഓക്കെ. പൊക്കാനായിട്ട് ആള് വേറെ ഉണ്ട്. 顎は骨が割れてるんじゃないか。 ജോബോൺ ബ്രോക്ക് ആയിരുന്നു നേരത്തെ ചവിട്ട്. ആ ചവിട്ടിനതായിരിക്കും. なんだこいつさあ ഡീവനാണോ? 人間なのかこいつが履いてるの大服だぞ ട്രൗസർ. かぶりもんだこれ人間だ എനിക്ക് അങ്ങനെ ഈ നെസുക്കയും കിട്ടി. 何に നത്തിങ് ആയിക്കൊണ്ടു. 俺一人の力じゃ ഓ അതിന്റെ വിഷമം കണ്ടു. 俺ってマジ強くないのか അങ്ങനൊന്നും ഇല്ലടാ, നീ സ്ട്രോങ്ങാ. മമ്മി ട്രീറ്റ്മെന്റ് ぐるぐる巻き എന്ത് കംപ്ലീറ്റ് ഇടാ. なんだこいつら ഇവർക്കും ഡീമൺ സ്ലെയറിന് അങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടല്ലേ, ക്ലീൻ ട്രൂപ്പ്. എന്തത് こちらも超屋敷へ ബട്ടർഫ്ലൈ മാൻഷനോ? 皆うち。 ഓ മറ്റേ സ്പൈഡേഴ്സ്, അവരെന്ത് ചെയ്യും? 安心して作業して。 ക്ലീൻ അപ്പ് സ്ക്രൂ ക്രോ. 軍が戦った後の始末をする部隊 ഉം. 構成する隊員は天理の際に恵まれなかった ഓഹോ വാവന്നൊക്കെ സോർട്ട്മാൻഷിപ്പ് പറയുന്നതല്ല എനിക്ക് തോന്നി വാല് റബ്ബർ ഇട്ടതിന് ശേഷം തോന്നുന്നു പറയുന്നതെല്ലാം തെറ്റുന്നുണ്ട് നല്ലോണം. ഇപ്പം മറ്റേ ആഷിറാസ് എല്ലാം അവിടെ കാണത്തില്ലേ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ. മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കാണാം. ഇനി ഇവർക്ക് വിസ്റ്റേറിയ ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ, എന്തോ പ്രത്യേക ഒരു ഇത്. വേക്കപ്പ് ആയിട്ട് കൊണ്ടിട്ട് വേക്കപ്പ് പറയാൻ കൊണ്ടിട്ടിരിക്കുന്നോ? おいおいこら ഓ ഇയാളാണോ കെട്ടിക്കൊണ്ടിട്ടിരിക്കുന്നു? ഹാഷിരാസ്. ഓ ഇതാണ് ഹാഷിരാസ്. അങ്ങനെ വിചാരിച്ച പോലെ ഇവർ തന്നെയല്ലേ ഹയർ റാങ്ക്സ്. അപ്പം ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് നെസുക്കോയും നമ്മുടെ ടാൻജിരോയും. ഇപ്പം എനിക്ക് വന്ന ഡൗട്ടെന്ന് വെച്ചാൽ, ഇപ്പം ഇവരുടെ കൂടെ ഇപ്പം ടോമിയുടെ കൂടെ വന്ന ആ ഒരു ഡീമൺ ഹണ്ടർ, ആ ഒരു ഹാഷിരയ്ക്ക് നെസുക്കോ ഇതേപോലെ ഇവരെ ഹെൽപ്പ് ചെയ്യുവാണ്, ഇങ്ങനെ ഒരു ഡീമൺ ഉണ്ട് ഹെൽപ്പ് ചെയ്യുവാണെന്ന രീതിയിലുള്ളൊരു വിവരവും ഇല്ലായിരുന്നു. ഡയറക്റ്റ് കൊല്ലാനായിട്ടാണ് വന്നത്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് പ്രത്യേകം ഒരിക്കലും എനിക്ക് തോന്നുന്നു ഡീമൻസിനെ ഇങ്ങനെ സമ്മൺ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഡീമൻസിനെ ഇങ്ങനെ കൊണ്ടു ചെല്ലണോ പറയുന്നത്, കൊല്ലാനാണ് ഡയറക്റ്റ് കൊല്ലാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നെസുക്കോയെ എന്തിന് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു എന്നാണ് കാര്യം. എന്ന് വെച്ചാൽ ടോമിയോക്ക് അറ്റ പോയിന്റ് എനിക്ക് തോന്നുന്നു ടോമിയോക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന രീതിയിൽ. ബാക്കി ആർക്കും ഇങ്ങനെ അറിയത്തില്ല. ഹാഷിര ഇപ്പം ഒരു ഹാഷിരയ്ക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ആ വ്യക്തിക്ക് മാത്രം അറിയാത്തതാണോ അതോ മറ്റുള്ള ഹാഷിരയ്ക്കും അറിയാത്ത കാര്യമാണോ എനിക്കറിയത്തില്ല. മിക്കവാറും ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ഏതെങ്കിലും ഇവർ ഹാഷിരയിലും അപ്പറായിട്ടാണെങ്കിലും ഒക്കെ കാണിച്ചില്ല. അപ്പം എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ടോമിയൊക്കെ ഈ ഇങ്ങനൊരു ഇൻസിഡൻറ്റിലായിട്ട് മീറ്റപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുമുട്ടി, ഇങ്ങനെ ഡീമനെ കണ്ടുമുട്ടി, ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊരു ഡീമൻ ഉണ്ട് എന്ന രീതിയിൽ അവർക്കൊരു വിവരം കിട്ടിക്കാണണം. അറിയത്തില്ല. അല്ലെങ്കിൽ ഇല്ല കാക്ക വല്ലതും പോയി പറഞ്ഞു കൊടുത്തതാണോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി? അപ്പോൾ അടുത്ത എപ്പിസോഡിനകത്ത് ബാക്കി അറിയാം. ഇനി ഹാഷിര അവിടെ ചെന്നിട്ട് നമ്മുടെ ടോമിയൊക്കെ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. പുള്ളി എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് സംസാരിച്ചിട്ടേ കുഴപ്പമില്ലായിരുന്നു. ടാൻജിരോ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് അവസാനം കാണിച്ചത്. അത് പോകാൻ പോയ ഒരു വ്യക്തിയെ കെട്ടിയിട്ടിരിക്കുമായിരുന്നു, കൈ പുറകിലിട്ട് വെച്ച്, ഒരു അക്കീസിനെ പോലെ. അടുത്ത എപ്പിസോഡ് കാണാം.